సంగీతంలో వాయించిన దేవుడిని మాట్లాడతాం ఆ ఎఫ్ఎల్ కడయోగి പാടുക സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് മലയാളത്തിലായിരിക്കും. 62-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നത്. 62-ാം സങ്കീർത്തനം നമ്മൾ ഇന്ന് വായിക്കുന്നു. അതിനുശേഷം വചനങ്ങളിൽ സംസാരിക്കുന്നത് ബ്രദർ പ്രവീൺ ആയിരിക്കും. ഭജൻ സംഗീത 62 ബാരി ബാരി പഠിയെങ്കിൽ അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നതായിരിക്കും. 2-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുക. അങ്ങനെ ഓരോ വചനങ്ങളും അതിന്റെ 11-12 വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ഒരിക്കൽ കൂടെ പറയുന്നു, 62-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുക, ശബ്ദമേത്തിൽ വായിക്കുക. 62-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വചനം. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. 3-ാം വചനം. നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. ഏഴാം വാക്യം. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കൽ ആകുന്നു, എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം പോഷകം അത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് വായിക്കുന്നത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളിച്ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. നമ്മുടെ വചനത്തിൽ സംസാരിക്കുന്ന പ്രവീൺ ബ്രദർ പ്രവീൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ദേശത്തിലിരിക്കാം. Praise the Lord to all my brothers and sisters and to all those who are sitting here. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. I hope you are doing well. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I thank you Daniel sir because he gave opportunity to preach word of God. ഡാനിയൽ സാറിനും ഇവിടെ എല്ലാവർക്കും ഞാൻ നന്ദി കരയറ്റുന്നു. ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കാനായിട്ട് എനിക്ക് ഒരു അവകാശം കൂടെ നൽകി തന്നവർ. And as well as you, I thank to you because you are sitting here for hearing word of God. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ കടന്നു വന്നതിനായി നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. I greet you all in the mighty name of our Lord and Savior Jesus Christ, who created everything in the world. ഈ ഭൂലോകത്തെ എല്ലാത്തിനെയും സൃഷ്ടാവായ സർവ്വസ്വനായ പിതാവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ അഭിവാദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. First, I want to share my testimony in English language. ഞാൻ കുറച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ എന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. First, you put in your mind, I know a few English. നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിയിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് വളരെയധികം ഇംഗ്ലീഷ് അറിയത്തില്ല, കുറച്ച് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. When I came here and I don't know, only I know letters, English letters. ഞാൻ ഇവിടെ കടന്നു വന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ മാത്രം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. I don't know how to read and how to speak in English language. എനിക്ക് ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് എങ്ങനെ വായിക്കണം, എങ്ങനെ സംസാരിക്കണം, ഈ 2 കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. Because that time I didn't interest in English language or because it was difficult. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചത് ഇംഗ്ലീഷ് ഭാഷ വളരെ കഷ്ടമേറിയ ഒരു ഭാഷയാണ്, അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമില്ലായിരുന്നു. But when I came here and studied so many things and how to read and how to speak and that's why I am speaking English language. ഇവിടെ കടന്നു വന്നതിന് ശേഷം ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ടീച്ചർമാർ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ടിടയായി. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. That's why I checked to Daniel sir because he gave many things. ഞാൻ ഡാനിയൽ സാറിനും നന്ദി കരയറ്റുന്നു, ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസ് ഒരുക്കി തന്നതിന്. And those who are supporting me.
those who are teaching us, teaching me. ഞങ്ങളെ പഠിപ്പിക്കുന്നവർക്കും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. Just my testimony lot of, but I don't want to share. എന്റെ സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ കുറെ അധികമുണ്ട്, പക്ഷെ ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. Because we don't have time. സമയമില്ലാത്തതിനാൽ ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. Shall we open Psalm 62? നമുക്ക് 62-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. And we can see this already title here, Lord, my soul wait for God's color. ഈ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ദൈവത്തെ നോക്കി അവങ്കിൽ നിന്ന് രക്ഷ വരും എന്ന ഉള്ള ഒരു ഹെഡിങ്ങോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. This psalm is written by David. ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് ദാവീദാണ്. And when he struggling and when he was facing many problems. ദാവീദിന്റെ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച സമയത്താണ് ഈ സങ്കീർത്തനം എഴുതുവാൻ ഇടയായത്. And he is returning Teddy Q's rhythms. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് യദുതൂന്റെ രാഗത്തിലാണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. And when we read these psalms, then we can understand the audience, people of Israel and those who are facing many problems and those who are staying around David. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഈ സങ്കീർത്തനത്തിന്റെ പ്രേക്ഷകരായിട്ടുള്ളവർ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജനമായിട്ട് ഇസ്രായേൽ ജനത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And first I divided these psalms five points. ഞാൻ ഈ സങ്കീർത്തനത്തിനെ 5 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. First I divided Psalm 62 1-2 personal confidence in God. സങ്കീർത്തനത്തെ ഈ 62 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വചനങ്ങളെ ഞാൻ വിഭാഗിച്ച് അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഹെഡിങ് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിഗതമായ ബന്ധം. Where David prayed to God and he understood, said that's why he said Psalm this, only God can save me. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ദൈവത്തിന് മാത്രം എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും. That's why David said to people, my salvation comes from God. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് എന്റെ രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നു. And he understood David, others cannot save me. ദാവീദ് മനസ്സിലാക്കിയ കാര്യമുണ്ട്, വേറെ ആർക്കും എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. Wealth cannot save me. ഈ ലോകത്തിൽ ആർക്കും എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. Friends cannot save me. Friends cannot എന്റെ കൂട്ടുകാർക്കും എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. Kingship cannot save me. ഒരു രാജാക്കന്മാർക്കും എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. Only God can save me. പക്ഷേ ദൈവം മാത്രം എന്നെ രക്ഷിക്കാനായിട്ട് യോഗ്യൻ. These things David said to himself. ഈ കാര്യങ്ങൾ ദാവീദ് സ്വയമായി തന്നോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. And many problems come to our life. നമ്മുടെ ജീവിതത്തിലും പലവിധമായ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ And we think armies can save me. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു സൈന്യത്തിന് എന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. Wealth can save me. എന്റെ കൂട്ടുകാർക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. My friends can save me. എന്റെ കൂട്ടുകാർക്ക് എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന്. And my position can save me. ചിലപ്പോൾ ഞാൻ ആയിരിക്കുന്ന എന്റെ സ്ഥാനം എന്നെ കാത്തുകൊള്ളുമെന്ന് നമ്മൾ വിചാരിക്കും. But here David said only God save me. പക്ഷേ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ദൈവത്തിന് മാത്രമേ എന്നെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. And second point. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: And second part, enemy opposing. രണ്ടാമത്തെ ഭാഗം അതിന്റെ 3 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അതിനെ തരംതിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ശത്രുക്കളുടെ ഇടയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പീഡകൾ. Because when we read about the David and he was running in wilderness. നമ്മൾ ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് താൻ മരുഭൂമിയിൽ കൂടെ ഓടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. And he facing many problems. ആ ഓടുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങളുള്ള ഒരു സമയമായിരുന്നു. There is no water, there is no home, there is no food in the wilderness. തനിക്ക് ഭക്ഷണമോ തനിക്ക് താമസിക്കാൻ ഒരു ഭവനമോ കുടിക്കുവാൻ വെള്ളമോ ആ മരുഭൂമിയിൽ ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. That time I think I wrote these songs. ആ ഒരു സമയത്തായിരിക്കും ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. And he feel himself I am weak. തന്നെ
തന്നെ ഒരു ശക്തി കുറഞ്ഞ മനുഷ്യനായിട്ട് കാണുകയാണ്. And he said, I am nothing. അതുകൊണ്ടാണ് താൻ പറയുന്നത് ഞാൻ ഒന്നുമല്ല. But he trusted in God. പക്ഷേ താൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ഒരു വ്യക്തിയാണ്. And he said, God is my friend. അതുകൊണ്ടാണ് താൻ പറയുന്നത് ഞാൻ അവങ്കൽ ആശ്രയിക്കുന്നു. After we will see the third point. മൂന്നാമത്തെ വിഭജനം ഇങ്ങനെയാണ്. Go, David teach to his own servant. അതിന്റെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ദാവീദ് തന്നെത്താൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. We will see that David encouraged himself to remind the and trusting in ഈ God. പ്രതികൂലത്തിന്റെ സമയത്തിലും താൻ തന്നെത്താൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള കാര്യത്തിൽ. Many enemies running behind him for kill. തന്നെ കൊല്ലുവാനായിട്ട് ശത്രുക്കൾ തന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. But that time he didn't trust in people. ആ ഒരു സമയത്ത് താൻ വേറെ ഒരു മനുഷ്യരിലും തന്നെ ആശ്രയം വെച്ചില്ല. He did not trust the armies. താൻ തന്റെ സൈനാധിപതികളുടെ മേലും ഒരു ആശ്രയം വെച്ചില്ല. He did not trust his friends. താൻ തന്റെ കൂട്ടുകാരിലും ആശ്രയം വെച്ചില്ല. But he trusts in God. പക്ഷേ താൻ പറയുന്നത് ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. When we see our life, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ and we think നമ്മൾ ചിലപ്പോൾ വിചാരിക്കും someone came and saved me. ആരെങ്കിലും എന്റെ ജീവിതത്തിൽ കടന്നു വരും, ആർക്കെങ്കിലും എന്നെ രക്ഷിക്കുവാനായിട്ട് പറ്റും എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. But today you put in your mind and this song says only God saved you. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് മാത്രമാണ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. We will see the third point of chapter Psalm 62 verse 8. എട്ടാം വചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്. Call to the people of Israel. ഇസ്രായേൽ ജനതയെ വിളിക്കുക. He is not encouraged himself, but he encouraged to the people. തന്നെത്താൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അവിടെയുള്ള ജനത്തോടും താൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. David said to everyone, trust in God. താൻ അവിടെയുള്ള എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുക. Not just difficult time, but always trust in God. നമ്മുടെ പ്രതികൂല സമയങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് താൻ പറയുന്നത്. He understood only God save me. കാരണം താൻ പറയുവാൻ കാരണമുണ്ട്, നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രം സാധ്യമാണ്. We will see our life and many problems came in our life and many fear, many things, worldly things. നമ്മുടെ ജീവിതത്തിൽ വളരെ ഭയപ്പെടുന്ന അവസ്ഥകൾ, ഈ ലോകപരമായ പല അവസ്ഥകൾ കടന്നു വരുമ്പോൾ that time we can say God is my strength. അപ്പോൾ നമുക്ക് വളരെ ഉറപ്പോടെ പറയാം ദൈവമാണ് എൻ്റെ ബലം. Because here David was facing many problems and saying God is my strength. കാരണം സങ്കീർത്തനക്കാരൻ ദാവീദും തന്റെ പ്രതികൂല അവസ്ഥയിലാണ് പറയുന്നത് ദൈവമാണ് എൻ്റെ ബലം. And he is again saying his soul. തന്നോട് തന്നെ വീണ്ടും പറയുന്നു അങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വസിക്കുക എന്ന്. And he is saying as well as the people of Israel. തന്നോട് മാത്രമല്ല ഇസ്രായേൽ ജനതയോട് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. And he is saying to the people, ജനത്തോട് ഇങ്ങനെ സംസാരിക്കുന്നു, wealth cannot save you. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയില്ല. Your power cannot save you. നിങ്ങളുടെ ശക്തി നിങ്ങളെ രക്ഷിക്കുകയില്ല. And everything cannot save you. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അതിനൊന്നിനും നിങ്ങളെ രക്ഷിക്കാനായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല. If you want to save, then you must trust in God. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ എന്നൊരു കാര്യം വേണമെങ്കിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. Only in our life we should trust in God. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. And after that we will see the Psalms 62 verse last one. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കാം. Final declaration of God's power and justice. അവിടെ ദാവീദ് പറയുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു, അവനാൽ സാധിക്കും എന്നുള്ള കാര്യത്തെ ഉറപ്പോടെ പറയുന്നു. When he came here and he will judge. താൻ പറയുന്നത് ദൈവം വരുമ്പോൾ അവൻ ന്യായം വിധിക്കുന്നവനാണ്. What we are doing here and according to our work. നമ്മുടെ ഓരോ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യുന്നവനാണ്. Last we will read. അതിന്റെ അവസാന വചനങ്ങൾ വായിക്കാം. But the king shall rejoice in God, all who fear him shall exult. For the mouth
and that you have the Lord below steadfast love, for you will render to man according to his word. 62 സങ്കീർത്തനത്തിന്റെ 12 വചനം, കർത്താവേ ദൈവം നിനക്കുള്ളതാവുന്നു, നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. And when we read the Psalm 62 verse 12, and we understood God will judge according to our. 62 സങ്കീർത്തനത്തിന്റെ 12 വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദൈവം ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനാണ്. If we are doing according to God's will, and God will save us. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ചെയ്യുന്നവരാണെങ്കിൽ അവൻ നമ്മളെ ഉറപ്പായും രക്ഷിക്കും. If we are doing according to our own, we are worshiping according to our own, then God will never save us. നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കുവാനായിട്ട് കടന്നു വരികയില്ല. And I want to finish here, but what we learn from this psalm. ഈ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ള കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. And when people promise us and he sends, he forgive us, but God will never forget us. പല കാര്യങ്ങളും പലരും നമ്മളെ ഓർക്കുന്നു, നമ്മളെ കുറിച്ച് ഓർക്കുവാൻ അവരുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവരെല്ലാവരും നമ്മളെ മറന്നു പോകുന്നു. ദൈവം മാത്രം നമ്മളെ ഓർത്തു വെക്കുന്നവരാണ്. God is unchanging and faithful. ദൈവം ഒരിക്കലും മാറാത്തവനാണ്. അവന്റെ സ്വഭാവം ഒരിക്കലും മാറുകയില്ല. വിശ്വാസയോഗ്യനാണ്. And today we can say that God is our rock. നമുക്ക് പറയാൻ സാധിക്കും, ആ ദൈവം എന്റെയും പാറയാകുന്നു. And we must in the world walking with honest with God. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വിശ്വാസയോഗ്യന്മാരായി നമ്മൾ ജീവിക്കേണ്ടതാണ് ദൈവത്തോട് കൂടെ. And do not trust in the human strength and wealth. ഈ ലോകത്തുള്ള ആരുടെയും ശക്തിയിലോ അവരുടെ സമ്പാദ്യത്തിലോ നമ്മൾ ആശ്രയം വെക്കരുത്. Because already God said here, I will save you. കാരണം ഈ വചനം നമ്മൾ പറയുന്നത് ദൈവത്തിന് മാത്രമാണ് നമ്മൾ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. And God definitely save us. ദൈവം ഉറപ്പായും നമ്മളെല്ലാവരെയും രക്ഷിക്കുന്നവനാണ്. And when we feel I am not able to do something, എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ കടന്നു വരുമ്പോൾ, and I want to say to the children, ആ കുട്ടികളെ എനിക്ക് പറയാനായിട്ടുള്ളത്, when we feel that I am not able to study and I am not able to read and I am not able to remember, നിങ്ങളുടെ പഠന സമയത്ത് എനിക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ, today this psalm says God is my trust. ഈ സങ്കീർത്തനക്കാരൻ നിങ്ങളോട് പറയുന്നത് ദൈവമാണ് നിങ്ങളുടെ ആശ്രയം. And God will help you. ദൈവം നിങ്ങളെ സഹായിക്കുന്നവനാണ്. And we need to trust in God. നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരായി തീരണം. And don't forget, God will save us. ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ദൈവം നിങ്ങളെ ഉറപ്പായും രക്ഷിക്കുന്നവനാണ്. Armies cannot save us. വേറെ ഒരു ആൾക്കാർ ഒരു സൈന്യത്തിന് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. Our friends cannot save us. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. Our teacher cannot save us. നിങ്ങളുടെ ടീച്ചർക്കും നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയില്ല. Our brothers and our sisters and our parents cannot save us. നിങ്ങളുടെ സഹോദരന്മാർ ആരൊക്കെ നിങ്ങൾക്കുണ്ടോ അവരിലും ആശ്രയം വെക്കരുത്. അവരെ നിങ്ങളെ രക്ഷിക്കാൻ അവർക്കും സാധിക്കുകയില്ല. But only God can save us. ദൈവത്തിന് മാത്രം ഇത് സാധ്യമാണ് നിങ്ങളെ രക്ഷിക്കുവാൻ. And I want to stop here this sermon. ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And God will bless this Psalm 62. ഈ സങ്കീർത്തനം 62 ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ